മഞ്ജു വാര്യർക്കും രക്ഷയില്ല. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും അനുചിത സ്പർശനം. ഒരു തമ്പാണ്. ഈ ഡിജിറ്റൽ സാക്ഷരതയിലും ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അത് സ്വാഭാവികമായി വളർന്നു വന്നിട്ടില്ലെങ്കിൽ നമ്മളത് നിയമത്തിൽ കൂടി തന്നെ വളർത്തിയെടുക്കണമെന്നാണ് പറയേണ്ടത്. സമകാലിക വിഷയങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതിൽ വ്യൂസും കമന്റും ഒന്നും അങ്ങനെ ചിലപ്പോൾ കാണില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിലെ കമന്റുകൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. പൊതു പരിപാടിയാണെങ്കിൽ അവിടെ എത്ര മൊബൈൽ ഫോണുകളുണ്ട്, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത മൊബൈൽ ഫോണുകളാണ്. അവിടെയാണ് ഈ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത്. ഒറ്റ കാര്യം മാത്രം, വ്യൂ. ആ വ്യൂവിലൂടെ അവർക്ക് ലഭിക്കുന്ന വരുമാനം, അതുകൊണ്ടാണല്ലോ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാനായി അവരെ പ്രേരിപ്പിക്കുന്നത്. ഇതിൽ കേസുകൾ എടുക്കണം, ശക്തമായ നടപടി സ്വീകരിക്കണം. ആ സാഹചര്യത്തിൽ തന്നെ ഇതിൽ ഏറെക്കുറെ പ്രതിരോധിക്കാൻ കഴിയും. നമസ്കാരം. സ്ത്രീ ശരീരങ്ങളെ വിറ്റ് കാശാക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിലുണ്ട്. സ്വയം അവരെ മാധ്യമപ്രവർത്തകർ എന്നാണ് വിളിക്കുന്നത്. മുഖമൊഴിച്ച് മറ്റെല്ലാ ഇടങ്ങളെയും സൂം ചെയ്ത് പകർത്തുന്ന ഈ ദൃശ്യങ്ങൾക്ക് സമകാലിക വിഷയങ്ങളെക്കാൾ നല്ല വ്യൂ ആണ്. ഇപ്പോൾ മന്ത്രി ബിന്ദു കൃഷ്ണയും ഈ ഒരു വിഷയം ഉന്നയിച്ചിരിക്കുകയാണ്. മന്ത്രിക്കും രക്ഷയില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ അവസ്ഥ പറയണോ? ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എന്നായിരുന്നു നമ്മുടെ ജൂലൈ 6-ാം തീയതി ആയിരുന്നു ഹയർ സെക്കൻഡറി പ്രവേശനോത്സവം. ഞാൻ ഒരുപാട് സ്കൂളിൽ, എൻ്റെ മണ്ഡലത്തിൽ ഒരുപാട് സ്കൂളിൽ പോയപ്പോൾ ഞാനൊന്നും അറിയുന്നില്ല. അവിടെ ഇരിക്കുന്ന ഒരാൾ, പിന്നെ ആളിനൊന്നും പറയുന്നില്ല, ഒരാൾ ഫോട്ടോ എടുക്കുക. അപ്പോൾ തൊട്ട് ബാക്കിക്കുന്ന ആൾ കാണുന്നത് എൻ്റെ മുഖം സൂം ചെയ്യുന്നില്ല, ബോഡിയാണ് സൂം ചെയ്യുന്നത്. അപ്പം തന്നെ പിന്നെ അടുത്ത് നിന്ന് ആൾ പറഞ്ഞ് അതങ്ങ് മാറ്റി. പക്ഷെ എങ്കിലും സൂം ചെയ്ത് പ്രശ്നമാക്കണമെന്ന് ആ കണ്ട ആൾ വിചാരിച്ചെങ്കിലും പിന്നെ കുഴപ്പമില്ലെന്ന് വെച്ചാൽ കണ്ട് പറഞ്ഞത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ആൾ പോസ്റ്റ് ചെയ്തതിനകത്ത് ഈ ബോഡി പാർട്ടുണ്ട്. ഏതൊരു മനുഷ്യൻ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ മുഖമില്ലാതെ ബോഡി. അപ്പം മിനിസ്റ്ററായ എൻ്റെ ഫോട്ടോ അങ്ങനെ പിന്നെ അത് വലിയ വിഷയമാക്കി അയാൾ ഡിലീറ്റ് ചെയ്തെങ്കിലും ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിനെയൊക്കെ അറിയിച്ചു, അത് വിഷയമാക്കി. അപ്പം ഞാനോട് ചോദിക്കും, ഒരു മിനിസ്റ്ററായ, സംസ്ഥാനത്തെ ഒരു മന്ത്രിയായ എൻ്റെ ബോഡി അങ്ങനെ ഫോട്ടോ എടുക്കാൻ പബ്ലിക് പ്ലേസിൽ ധൈര്യമുള്ളവർ പഠിക്കുന്ന സ്കൂളിലെ കുഞ്ഞുങ്ങളോട് എങ്ങനെ ആയിരിക്കും? അമ്പിളി, മന്ത്രിക്ക് രക്ഷയില്ല, സിനിമാ താരങ്ങൾക്ക് രക്ഷയില്ല, പിന്നെ നമ്മുടെ കാര്യമൊന്നും പറയണ്ട എന്താകും എന്നുള്ളത്. ഒരു കയ്യിലൊരു ഫോണും ഒരു യൂട്യൂബ് ചാനലും ഉണ്ടെങ്കിൽ അവർ മാധ്യമപ്രവർത്തകരാണ്. ഒരു ഫോൺ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മുഖമൊഴിച്ചുള്ള എല്ലാ സ്ഥലങ്ങളും സൂം ചെയ്ത് അതിലെ ഏറ്റവും സ്വകാര്യ ഭാഗങ്ങളെ ആ ഒരു സ്ക്രീൻഷോട്ടാക്കി തംബ്നെയിലിട്ടിട്ട് പറയും, ഇവർ പറയുന്നത് കണ്ടോ, ഇവരുടെ നിൽപ്പ് കണ്ടോ. നമ്മുടെ കേരളം എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഐശ്വര്യ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസമാണ് മന്ത്രി ബിന്ദു കൃഷ്ണ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടാണ് ഈ ദുരനുഭവം പങ്കുവെക്കുന്നത്. അതായത് കൊല്ലത്തെ ഒരു ഹയർ സെക്കൻഡറി പ്രവേശനവുമായി ബന്ധപ്പെട്ട് മന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മുഖം കാണിക്കാതെ ശരീരഭാഗം മാത്രം ക്ലോസ് ചെയ്തിട്ട് മൊബൈലിൽ ദൃശ്യങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ആ ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിക്കാതിരിക്കുകയും അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മന്ത്രി പറയുന്നു ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നു. മറ്റ് ചില ശരീരഭാഗങ്ങളുടെ കൂടെ മന്ത്രിയുടെ മുഖത്തിൻ്റെ ചിത്രം പ്രദർശിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട രീതിയിൽ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഈ മൊബൈൽ ഫോണും അല്ലെങ്കിൽ ഈ ഐഡൻറ്റിറ്റി ഇല്ലാത്ത സമൂഹ മാധ്യമങ്ങൾ വഴി അത്യന്തം, അതായത് നിർദാക്ഷിണ്യം അപഹസിക്കുകയും അതേപോലെ തന്നെ ഹീനമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ കേരളം കടന്നു പോകുന്നത്. ഈ പറഞ്ഞത് കൂട്ടത്തിലുള്ള ആളുകൾ, നമുക്കിടയിലുള്ള ആളുകൾ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇട്ട് കൂടുതൽ റീച്ച് ഉണ്ടാകുന്നു. കാരണം ഇതിന് ആസ്വാദകരും കൂടുതലുള്ളത് കൊണ്ടാണല്ലോ ഇതിന് റീച്ച് ഉണ്ടാകുന്നത്. അപ്പോൾ ബിന്ദു കൃഷ്ണ ഒരു മന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞ പോലെ ഒരു മന്ത്രിക്ക് ഇതാണ് പറ്റുന്നതെങ്കിൽ സാധാരണക്കാരെ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. കാരണം അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായി അതിക്രൂരമായിട്ടാണ് ഈ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഈ സമൂഹ മാധ്യമങ്ങളും ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ ഇത് നമ്മുടെ സമൂഹത്തിൽ പടർന്ന് പിടിക്കുന്നു എന്നുള്ളതാണ്. അത് മന്ത്രി ചൂണ്ടിക്കാട്ടിയത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. കാരണം എങ്ങോട്ടാണ് ഇത് പോകുന്നത്, അല്ലെങ്കിൽ ഇതിനൊരു തടയിടേണ്ട, പ്രതിരോധിക്കേണ്ട സമയമായി എന്ന് തന്നെയല്ല മനസ്സിലാക്കിയത്. അതെ, ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ, അതായത് ഈ ലഹരിയെ വേരോടെ തച്ചുടയ്ക്കുക എന്നുള്ള ലക്ഷ്യം, ആ ഒരു ലക്ഷ്യം ഫലം കാണുന്നു എന്ന് തന്നെ നമ്മൾ തന്നെ നിരന്തരം വാർത്തകൾ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള കാര്യങ്ങൾ
ഈ ഒരു സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരം, അവരുടെ സ്വകാര്യതയിലുള്ള കടന്നുകയറ്റം, ഇതിലെന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? കാരണം അന്ന രാജൻ ഉൾപ്പെടെയുള്ള, ഹണി റോസ് ഉൾപ്പെടെയുള്ള നടിമാർ ഈ ഒരു വിഷയത്തിൽ വ്യാപകമായി പ്രതികരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അവർ നടക്കുമ്പോൾ അല്ലെങ്കിൽ അവർ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഉദ്ഘാടന ചടങ്ങുകളിൽ പോകുമ്പോൾ അവർ ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അതിൽ സ്വകാര്യ ഭാഗങ്ങൾ മാത്രം സൂം ചെയ്ത് അതിനെ കട്ട് ചെയ്ത് എടുത്തിട്ട് അത് പ്രചരിപ്പിക്കുക, എന്നിട്ട് ഇത് കണ്ടു. പക്ഷേ ഏറ്റവും വിഷമകരമായ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ 1 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ വ്യൂ ആണ്. ആ വ്യൂ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മളും കാണുന്നതാണ്. ഇപ്പം സമകാലിക വിഷയങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതിൽ വ്യൂസും കമൻറ്റും ഒന്നും അങ്ങനെ ചിലപ്പോൾ കാണില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിലെ കമൻറ്റുകൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. നമ്മുടെ മലയാളികൾ ഇങ്ങനെയാണോ അവരുടെ ഒരു സംസ്കാരം, അല്ലെങ്കിൽ ഈ ഒരു പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവരിൽ നിന്നൊക്കെ. പക്ഷേ അവരുടെ കമൻറ്റും കൂടി കാണുമ്പോൾ ആളുകൾ ഇതാണ് പ്രതീക്ഷിക്കുന്നത്, അവർക്ക് ഇതാണ് ഇഷ്ടം എന്നുള്ളതാണ് മനസ്സിലാകുന്നതും അല്ലേ? ഈ പ്രബുദ്ധതയുടെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ വളരെ സംസ്കാര പ്രബുദ്ധരാണെന്നൊക്കെ പറയുന്നൊരു നാടാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഡിജിറ്റൽ സാക്ഷരതയിലും ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അത് സ്വാഭാവികമായി വളർന്നു വന്നിട്ടില്ലെങ്കിൽ നമ്മളത് നിയമത്തിൽ കൂടി തന്നെ വളർത്തിയെടുക്കണമെന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞ പോലെ ഈ പ്രഗത്ഭരായ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ സംഭവിക്കുക. കാരണം നമ്മൾ ഇന്നത്തെ ഒരു കാലത്ത് നമുക്കൊരു പൊതു പരിപാടിയാണെങ്കിൽ അവിടെ എത്ര മൊബൈൽ ഫോണുകളുണ്ട്, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത മൊബൈൽ ഫോണുകളാണ്. അവിടെയാണ് ഈ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത്. ഈ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് സമൂഹത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു വ്യാപക ദുരന്തം അല്ലെങ്കിൽ ഒരു മഹാമാരി പോലെയാണ് നമ്മളതിനെ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സൈബർ ആക്രമണങ്ങൾക്കെതിരെയും ശക്തമായ നടപടിയെടുക്കണം. ഈ മന്ത്രി ബിന്ദു കൃഷ്ണ സമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാട്ടുന്ന പല കാര്യങ്ങൾ പോലെ തന്നെ പോലീസ് ഇതിനെ എൻഫോഴ്സ്മെന്റ് ശക്തമാക്കിയാൽ മതി. കാരണം ഓപ്പറേഷൻ തൂഫാനിൽ എങ്ങനെയാണോ ഒരു ബ്രേക്ക് ദി ചെയിൻ പോലെയാണ് കേസെടുക്കുകയും ആളുകൾ അറസ്റ്റിലാവുകയും അതിൽ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ കേസുകൾ എടുക്കണം, ശക്തമായ നടപടി സ്വീകരിക്കണം. ആ സാഹചര്യത്തിൽ തന്നെ ഇതിൽ ഏറെക്കുറെ പ്രതിരോധിക്കാൻ കഴിയും. കാരണം ഏത് സർക്കാരിൻ്റെ കാലത്തായാലും നമുക്ക് നമ്മുടെ ഒരു പോലീസ് സംവിധാനം അനുസരിച്ച് ഇപ്പോൾ ലോക്കൽ പോലീസിലോ സൈബർ പോലീസിലൊക്കെ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായാൽ നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം. പക്ഷേ ഇതിലൊക്കെ എത്രത്തോളം നടപടി ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതെ, ഈ പറഞ്ഞതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസമാണ് UAE ഒരു നിയമം പാസ്സാക്കിയത്. വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ 12 വയസ്സുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, ഒരു സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെയും അത്തരം നിയമങ്ങൾ കൊണ്ടുവരണം. കാരണം കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഈ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത്. കൂടാതെ ഒരു ഫോണിൽ വീഡിയോ എടുക്കുക, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാർത്തയാണ് യൂട്യൂബർ തൊപ്പി എന്താണ് ചെയ്തത്, തൻ്റെ സുഹൃത്തുക്കളുടെ, അത് നല്ലൊരു മാതൃകയാണ് അയാളെ ആ യൂട്യൂബറെ അറസ്റ്റ് ചെയ്തത്. അതുപോലെയുള്ള നടപടികളാണ് ഇക്കാര്യങ്ങളിൽ സ്വീകരിക്കേണ്ടത്. അതെ, അപ്പോൾ ഈ യൂട്യൂബർ തൊപ്പി ഇപ്പോൾ ഒളിവിലാണ്. കൂടാതെ അയാളുടെ സുഹൃത്തിനെ ഇപ്പോൾ ചോദ്യം ചെയ്യാനായി പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. അത്തരം ദൃശ്യങ്ങൾ എങ്ങനെയാണ് ഇവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഇടാൻ തോന്നുന്നത്? ഒറ്റ കാര്യം മാത്രം, വ്യൂ. ആ വ്യൂവിലൂടെ അവർക്ക് ലഭിക്കുന്ന വരുമാനം, അതുകൊണ്ടാണല്ലോ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാനായി അവരെ പ്രേരിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് മറ്റ് ആളുകളുടെ അവസ്ഥ എടുത്താൽ. ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, അതിനുശേഷം വ്യൂ ഇല്ലാതെ വരുന്നു. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ ദൃശ്യങ്ങൾ പകർത്തുക, അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഈ നടിമാരുടെയോ അല്ലെങ്കിൽ നടന്മാരുടെയോ അത്തരം ദൃശ്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഒരു മരണ വീട്ടിലേക്ക് പോവുക, അവിടെ കരയുന്ന ദൃശ്യങ്ങൾ എടുക്കുക, പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ എടുക്കുക. അവർ കരഞ്ഞത് കണ്ടോ, അവർ ആ സമയത്ത് ചിരിച്ചത് കണ്ടോ. ഇതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയാമ്മ ഉമ്മനെതിരെയും ഇത്തരത്തിൽ വിമർശനം ഉയർന്നിരുന്നു. മരണത്തിന് പോയ സമയത്ത് ചിരിച്ചുകൊണ്ടാണ് കയറിയത്, മരണ വീട്ടിൽ ചിരിച്ചുകൊണ്ട് പോകുന്നത് കണ്ടോ. അത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ അവർക്ക് നേരെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു തടയിടേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇപ്പം ഈ നിലവിലുള്ള ഈ സൈബർ നിയമങ്ങൾ കുറച്ചും കൂടി കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടതുണ്ട്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ യൂട്യൂബറുടെ കാര്യം പറഞ്ഞപ്പോൾ സ്വന്തം സുഹൃത്തുക്കളുടെ വീഡിയോ ആണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമുക്കിടയിൽ തന്നെ ഈ കുറ്റവാളി മുഖമില്ലാതെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ നിലവിലെ സൈബർ നിയമങ്ങളിൽ കാലാനുസൃതമായ പരിഷ്കാരം വരുത്തണം. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോലീസ് കുറച്ചും കൂടി ആക്റ്റീവ് ആകണം. അതായത് ഈ ഓരോ ദിവസം കഴിയുന്തോറും ഈ സാങ്കേതിക വിദ്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പോലീസിനും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളും അതുപോലെ തന്നെ സംവിധാനവും കുറച്ചും കൂടി മെച്ചപ്പെടുത്തണമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കുമ്പോൾ മാത്രമേ ഇത് പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഈ ഡിജിറ്റൽ സാക്ഷരതയുടെ പേര് പറഞ്ഞ് സ്വയം നമുക്കുണ്ടാകേണ്ട സംസ്കാരമാണ് അത് എത്രത്തോളം വളർത്തിയെടുക്കാം. അത് ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് വീടുകളിൽ നിന്നും അതുപോലെ തന്നെ സ്കൂളുകളിൽ നിന്നും ഒക്കെ
തുടങ്ങാം. പക്ഷേ ഇതൊന്നുമല്ലാത്ത ആളുകളുണ്ടല്ലോ നമുക്കിടയിൽ തന്നെ, ഈ സുഹൃത്തുക്കളായിട്ടും അല്ലാത്തവരായിട്ടൊക്കെ ഈ ഐഡൻറ്റിറ്റി ഇല്ലാത്ത പ്രൊഫൈലിൽ നിന്നാണ് എപ്പോഴും സ്ത്രീകളെ, ഇപ്പം ഐശ്വര്യ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രയോ സ്ത്രീകളുടെ ജീവിതവും ജീവനും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മന്ത്രിയും അത് ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പരിഭവവും പരാതിയും പറയുന്നതിനപ്പുറത്തേക്ക് ഇനിയെങ്കിലും സർക്കാർ ഇതിൽ ഒരു കാര്യമായൊരു ഇടപെടൽ നടത്തണമെന്നുള്ളത് തന്നെയാണ്. അതെ, ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ പറഞ്ഞതുപോലെ തന്നെ എന്ത് വിജയകരമായാണ് മുന്നോട്ട് പോകുന്നത്. അത് മാധ്യമങ്ങളൊക്കെയും വലിയ സപ്പോർട്ടുമായി രംഗത്തുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ സർക്കാർ കൃത്യമായ ഒരു നിലപാടും അല്ലെങ്കിൽ നടപടിയും സ്വീകരിക്കുകയാണെങ്കിൽ ഉറപ്പായും ഇത്തരക്കാരെ നമുക്ക് കടിഞ്ഞാനിടാൻ പറ്റും. ഒറ്റ ഉദാഹരണം കൂടി ഞാൻ പറയാം അമ്പിളി. അത് ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ കണ്ടതാണ്. അതായത് മഞ്ജു വാര്യർക്കും രക്ഷയില്ല, ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും അനുചിത സ്പർശനം, ഒരു തമ്പാണ്. വെറുതെ നോക്കിയപ്പോഴേക്കും അതിൻ്റെ കമൻറ്റുകൾ ഞാൻ അതായത് വീഡിയോ എത്രയേ ഉള്ളൂ. ഒരു പെൺകുട്ടി മഞ്ജു വാര്യരെ വിളിക്കുന്നുണ്ട്, ഒരു പെൺകുട്ടി. പക്ഷേ ആ വിളിക്കുന്നതിൻ്റെ ആ കൈയുടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ ഇട്ടിട്ട് മഞ്ജു വാര്യരെ സ്പർശിക്കുന്നു. പക്ഷേ അതിന് ആ ഒരു ഫോട്ടോയ്ക്ക് തന്നെ എത്ര ലൈക്കും കമൻറ്റുകളുമാണ്. അപ്പോൾ അങ്ങനെ വാർത്ത വേറെ ആയിരിക്കാം, പക്ഷേ ഒരു ആ സാഹചര്യവുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ വാർത്ത വിപരീതപരമായ ഒരു കാർഡ് ഉണ്ടാക്കി അതിനെ ഇട്ടിട്ട് അതിൽ വ്യൂസ് ഉണ്ടാക്കുക, അതിലൂടെ വരുമാനം ഉണ്ടാക്കുക. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതിന് കഴിഞ്ഞാണിട്ടില്ല എങ്കിൽ ഇനിയും പലരുടെയും ജീവനും ജീവിതവും തകരുന്നൊരു അവസ്ഥയിലേക്ക് അത് കൊണ്ടുചെന്നെത്തിക്കും. ഈ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു കയറി അവരുടെ ജീവിതവും അല്ലെങ്കിൽ അവരെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള എല്ലാ അവസരവും നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ഇടപെടേണ്ടത് സർക്കാർ തന്നെയാണ്. കാരണം നിലവിലുള്ള സൈബർ നിയമങ്ങളിൽ കാര്യക്ഷമമായ മാറ്റം വരുത്തി സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള സൗകര്യവും അവസരവും ഒരുക്കേണ്ടത് സർക്കാരിൻ്റെ കടമ തന്നെയാണ്.